എസ്തേർ 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. രാജാവും ഹാമാനും എസ്തേർ രാജ്ഞിയൊരിക്കെ വിരുന്നിന് ചെന്നു. 2-ാം ദിവസം അവർ വീഞ്ഞു കുടിച്ചുകൊണ്ടിരിക്കെ രാജാവ് എസ്തേറിനോട് വീണ്ടും ചോദിച്ചു, എസ്തേർ രാജ്ഞി, നിന്റെ അപേക്ഷ എന്ത്? അത് നിനക്ക് ലഭിക്കും. എന്താണ് നിന്റെ ആവശ്യം? രാജ്യത്തിൻ്റെ പകുതി തന്നെയായാലും ശരി, അത് ഞാൻ നൽകാം. എസ്തേർ രാജ്ഞി പറഞ്ഞു, രാജാവേ, അങ്ങനിൽ സംപ്രീതനാണെങ്കിൽ, രാജാവിന് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ജീവൻ രക്ഷിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. എൻ്റെ ജനത്തെ രക്ഷിക്കണമെന്നാണ് എൻ്റെ ആവശ്യം. നശിപ്പിക്കപ്പെടാനും കൊല്ലപ്പെടാനും നിർമൂലനം ചെയ്യപ്പെടാനും ഞാനും എൻ്റെ ജനവും വിൽക്കപ്പെട്ടവരാണ്. ഞങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും വെറും അടിമകളായിട്ടാണ് വിൽക്കപ്പെട്ടിരുന്നതെങ്കിൽ ഞാൻ സമാധാനം വെടിയുകയില്ലായിരുന്നു. ഞങ്ങളുടെ നാശം രാജാവിന് നഷ്ടമായി തീരരുതല്ലോ. അഹസ്വേരോസ് രാജാവ് എസ്തേർ രാജ്ഞിയോട് ചോദിച്ചു, ഇത് ചെയ്യാൻ ധൈര്യപ്പെട്ടവൻ ആർ? അവൻ എവിടെ? എസ്തേർ പറഞ്ഞു, വൈരിയും ശത്രുവും ദുഷ്ടനായ ഈ ഹാമാൻ തന്നെ. അപ്പോൾ ഹാമാൻ രാജാവിൻ്റെയും രാജ്ഞിയുടെയും മുമ്പിൽ ഭയന്ന് വിറച്ചു. രാജാവ് വിരിഞ്ഞു നിർത്തി കോപിച്ചെഴുന്നേറ്റ് രാജകീയോദ്യാനത്തിലേക്ക് പോയി. എന്നാൽ ഹാമാൻ എസ്തേർ രാജ്ഞിയോട് തൻ്റെ ജീവൻ യാചിക്കാൻ അവിടെ നിന്നു. കാരണം തനിക്ക് രാജാവ് തിന്മ വിധിച്ചിരിക്കുന്നെന്ന് അവന് മനസ്സിലായി. എസ്തേർ ഇരുന്നിരുന്നതിൽ തൽപ്പത്തിൽ ഹാമാൻ വീഴുന്നത് കണ്ടുകൊണ്ടാണ് രാജാവ് ഉദ്യാനത്തിൽ നിന്ന് വീഞ്ഞു കുടിച്ചിരുന്ന സ്ഥലത്തേക്ക് മടങ്ങി വന്നത്. അവൻ ചോദിച്ചു, എൻ്റെ കൊട്ടാരത്തിൽ വെച്ച്, എൻ്റെ മുമ്പിൽ വെച്ച് അവൻ രാജ്ഞിയെ ആക്രമിക്കുമോ? ഈ വാക്കുകൾ രാജാവ് ഉച്ചരിച്ച ഉടനെ അവർ ഹാമാന്റെ മുഖം മൂടി. രാജാവിനെ സേവിച്ചിരുന്ന ഷണ്ഡന്മാരിലൊരാളായ ഹർബോണ പറഞ്ഞു, രാജാവിനെ രക്ഷിച്ച മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ 50 മുഴം ഉയരമുള്ള കഴുമരം അവൻ്റെ വീട്ടിൽ നിൽക്കുന്നു. രാജാവ് കൽപ്പിച്ചു, അവനെ അതിൽ നിന്ന് തൂക്കുക. അങ്ങനെ മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയ കഴുമരത്തിൽ അവനെ അവർ തൂക്കി. രാജാവിൻ്റെ കോപം ശമിച്ചു. എസ്തേർ 16-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അന്ന് അഹസ്വേരോസ് രാജാവ് യഹൂദരുടെ ശത്രുവായ ഹാമാന്റെ ഭവനം എസ്തേർ രാജ്ഞിക്ക് നൽകി. മൊർദെഖായി രാജ സന്നിധിയിലെത്തി. അവൻ തനിക്ക് ആരാണെന്ന് എസ്തേർ പറഞ്ഞിരുന്നു. രാജാവ് ഹാമാനിൽ നിന്നെടുത്ത തൻ്റെ മുദ്രാമോതിരം മൊർദെഖായിക്ക് കൊടുത്തു. എസ്തേർ മൊർദെഖായിയെ ഹാമാന്റെ ഭവനം ഏൽപ്പിച്ചു. എസ്തേർ രാജാവിനോട് വീണ്ടും സംസാരിച്ചു. അവൾ അവൻ്റെ കാൽക്കൽ വീണ് യഹൂദർക്കെതിരെ അഹദ് വംശജനായ ഹാമാൻ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായ വിപത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് കണ്ണീരോട് അപേക്ഷിച്ചു. രാജാവ് സ്വർണ്ണ ചെങ്കോൽ അവൾക്കെതിരെ നീട്ടി. എസ്തേർ എഴുന്നേറ്റ് രാജാവിൻ്റെ മുമ്പിൽ നിന്നു. അവൾ പറഞ്ഞു, രാജാവിന് ഇഷ്ടമാണെങ്കിൽ, എന്നോട് പ്രീതിയുണ്ടെങ്കിൽ, ശരിയെന്ന് തോന്നുമെങ്കിൽ, അങ്ങേക്ക് ഞാൻ പ്രിയപ്പെട്ടവളാണെങ്കിൽ, രാജാവിൻ്റെ സകല പ്രാവിശ്യകളിലുമുള്ള യഹൂദരെ നശിപ്പിക്കാൻ വേണ്ടി ഹമ്മോദാദയുടെ മകനും ഹഗാഗ് വംശജനുമായ ഹാമാൻ ഉണ്ടാക്കിയ എഴുത്തുകൾ പിൻവലിക്കുന്നൊരു കൽപ്പന പുറപ്പെടുവിച്ചാലും എങ്ങനെയാണ് ഞാൻ എൻ്റെ ജനത്തിൻ്റെ നാശം കണ്ടിരിക്കുക? ബന്ധുജനങ്ങളുടെ നാശം ഞാൻ എങ്ങനെ സഹിക്കും? അപ്പോൾ അഹസ്വേരോസ് രാജാവ് എസ്തേർ രാജ്ഞിയോടും യഹൂദനായ മൊർദെഖായിയോടും പറഞ്ഞു, ഇതാ, ഹാമാന്റെ ഭവനം ഞാൻ എസ്തേറിന് വിട്ടുകൊടുത്തിരിക്കുന്നു. യഹൂദരെ വധിക്കാൻ ഉദ്യമിച്ചതുകൊണ്ട് അവർ അവനെ കഴിവിലേറ്റി. യഹൂദരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ രാജാവിൻ്റെ നാമത്തിൽ എഴുതുകയും രാജാവിൻ്റെ മോതിരം കൊണ്ട് മുദ്ര വയ്ക്കുകയും ചെയ്യുക. രാജനാമത്തിൽ എഴുതപ്പെട്ട് രാജമോതിരത്താൽ മുദ്ര വയ്ക്കപ്പെടുന്ന വിളംബരം ആർക്കും ദുർബലമാകാനാവുകയില്ല. അക്കാലത്ത് 3-ാം മാസം സിവാൻ മാസം 23-ാം ദിവസം രാജാവിൻ്റെ എഴുത്തുകാരെ വിളിച്ചു വരുത്തി ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 പ്രാവിശ്യകളിലെ ഭരണാധിപന്മാർക്കും ദേശാധിപതികൾക്കും പ്രഭുക്കന്മാർക്കും യഹൂദരെ സംബന്ധിച്ച് മൊർദെഖായി കൽപ്പിച്ചതൊക്കെയും അനുസരിച്ച് ഒരു കൽപ്പന എഴുതി അയച്ചു. ഓരോ പ്രാവിശ്യയ്ക്കും അതിൻ്റെ ലിപിയിലും ഓരോ ജനതയ്ക്കും അതിൻ്റെ ഭാഷയിലുമാണ് അത് എഴുതിയത്. അത് അഹസ്വേരോസ് രാജാവിൻ്റെ നാമത്തിൽ എഴുതി മുദ്ര വെച്ചു. രാജാവിൻ്റെ ആലയത്തിൽ വളർന്നവയും രാജകീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നവയും വേഗതയേറിയവുമായ കുതിരകളുടെ പുറത്തു കയറി
ദൂതന്മാർ കത്തുകൾ കൊണ്ടുപോയി. അഹസ്വേരോസ് രാജാവിൻ്റെ സകല പ്രാവിശ്യകളിലും 12-ാം മാസമായ ആധാർ 13-ാം ദിവസം ഓരോ നഗരത്തിലും യഹൂദർ ഒരുമിച്ച് കൂടാനും തങ്ങളെ ആക്രമിക്കുന്ന ഏത് പ്രാവിശ്യയുടെയും ജനതയുടെയും ആയുധസജ്ജമായ ശക്തിയെ ചെറുക്കാനും അവരെ കുട്ടികളും സ്ത്രീകളുമടക്കം നശിപ്പിക്കാനും കൊല്ലാനും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കാനും പ്രസ്തുത കത്തുകൾ വഴി രാജാവ് യഹൂദർക്ക് അനുവാദം നൽകി.